ഒട്ടുമിക്ക ക്ലയൻസും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് സ്കിൻ പീൽ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം മുഖം കറുത്തുപോയി, സ്കിൻ ഡാമേജ് ആയി എന്നൊക്കെ പറയുന്ന കംപ്ലൈൻസ് നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിൻ പീലിംഗ് എന്താണ് എന്ന് അറിഞ്ഞിട്ടാണോ ആദ്യം ഈ ട്രീറ്റ്മെന്റിന് പോയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക പേർക്കും സ്കിൻ പീലിംഗ് അല്ലെങ്കിൽ കെമിക്കൽ പീലിംഗ് എന്താണ് എന്ന് അറിഞ്ഞുകൂടാതെയാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ പീലിംഗ് അല്ലെങ്കിൽ കെമിക്കൽ പീലിംഗ് എന്താണ് എന്നുള്ളത് എന്നാണ്. ഈ കെമിക്കൽ പീലിംഗ് അല്ലെങ്കിൽ സ്കിൻ പീലിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരുവാനും സ്കിന്നിലെ സ്കാർസ്, പിഗ്മെന്റേഷൻസ്, ആക്നെ മാർക്സ് ഇതെല്ലാം മാറാനായിട്ട് ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് ആണ് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേകതരം കെമിക്കൽ സൊല്യൂഷൻ യൂസ് ചെയ്താണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള ആ സ്കിൻ ലെയർ പീലായി പോവുകയും അവിടേക്ക് ഫ്രഷ് ആൻഡ് ക്ലിയർ സ്കിൻ രൂപപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ്, കെമിക്കൽ പീൽ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് വന്ന് കംപ്ലൈന്റ് ചെയ്യാറാണ് പതിവ്. കാരണം പീൽ ചെയ്തതിന് ശേഷം സ്കിൻ ഇങ്ങനെയൊക്കെ ആയി എന്ന് ഡാമേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു ഡാമേജ് സംഭവിച്ചത്. അതായത് സ്കിൻ പീലിംഗ് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് സൺ എക്സ്പോഷർ പാടില്ല എന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പുറത്ത് പോകുന്ന നിങ്ങളാണെങ്കിൽ ഒരു 3 times എങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ റീപ്ലേസ് ചെയ്യണം. പിന്നെ നിങ്ങളെ സ്കിന്ന് എപ്പോഴും മോയ്സ്ചർ ആയിരിക്കണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അടുത്തെന്ന് പറയുന്നത് ഈ ഹാർഷ് ആയിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫേസ് വാഷ് ഒക്കെ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണല്ലോ. അത്തരത്തിലുള്ള ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷസോ സോപ്പോ അല്ലെങ്കിൽ തന്നെ സ്ക്രബോ ഇനി ആ സ്കിന്നിന് പറ്റത്തില്ല. അത്തരം കാര്യങ്ങളും ചെയ്യാതിരിക്കുക. മാക്സിമം സൂര്യപ്രകാശം കൊള്ളാതിരിക്കാൻ നോക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. പ്രൊഫഷണൽസ് അഡ്വൈസ് കൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്യൂട്ടീഷ്യൻസിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിൻ പീലിംഗ് അല്പം സമയമെടുത്തേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് സമാധാനമായ റിസൾട്ട് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു സ്വഭാവക്കാരി ആണെങ്കിൽ മാത്രം ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. സമയമെടുത്ത് ഒരു 2-3 സെറ്റിങ്ങിലൂടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ആണ്, നല്ല റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ അതിന് സമയമെടുക്കും. അതുവരെ കാത്തിരിക്കാൻ കഴിയുന്നവർ മാത്രമേ ഈ ഒരു ട്രീറ്റ്മെന്റിന് പോകാവൂ.